ഇന്നലെ വൈകിട്ട് 6 മണിയോടുകൂടിയാണ് നേര്യമംഗലത്തിന് സമീപം ചെമ്പൻകുഴിയിൽ ഇത്തരം ഒരു അപകടമുണ്ടായത്. മുകളിൽ നിന്ന ഒരു പന കാട്ടാന തള്ളിമറിച്ച് റോട്ടിലേക്ക് ഇടുകയായിരുന്നു. ഈ സമയത്ത് ഈ വഴി കടന്നുപോയ 2 ബൈക്ക് യാത്രികരാണ് അപകടത്തിൽപ്പെട്ടത്. ഒരു പെൺകുട്ടിയുടെ മരണം സംഭവിച്ചിരിക്കുന്നു. ഒരാൾ ചികിത്സയിലാണ്. ഇത് നിരന്തരം കാട്ടാന ശല്യം ഉള്ള ഒരു മേഖലയാണ്. ഒരു വശത്ത് ജനവാസ മേഖലയും മറുവശത്ത് നേര്യമംഗലം ഫോറസ്റ്റ് മേഖലയും ഉൾപ്പെടുന്ന പ്രദേശമാണ്. ഇവിടെ ഏതാണ്ട് തുടർച്ചയായി തന്നെ വന്യജീവി സംഘർഷം ഉണ്ടാകുന്ന ഒരു മേഖലയാണ്. ഇതിനു മുമ്പ് ഈ പെരിയാറിന്റെ മറുവശത്ത് കാട്ടാന ആക്രമണം ഉണ്ടാവുകയും അവിടെ ഒരു വീട്ടമ്മ കൊല്ലപ്പെടുകയും ചെയ്ത സംഭവങ്ങളുണ്ടായി. തുടർച്ചയായി ഇവിടെ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഇടപെടൽ? വനംവകുപ്പിന്റെ ഉദ്യോഗസ്ഥന്മാർ വരാറുണ്ട്, വിളിച്ചാൽ ഓൾറെഡി അവർ വരാറുണ്ട്. പക്ഷെ അവരെ കൊണ്ട് ഇതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ആന ഓടിക്കുന്ന ആളെന്ന് പറഞ്ഞ ഒരാൾ ഇവിടെ ഇന്നലെ ഇല്ലായിരുന്നു. ഇന്നലെ 6 മണിക്ക് മുതൽ സംഭവം ഉണ്ടായതാണ്. ഒരു മനുഷ്യനും ഇല്ലായിരുന്നു. ഒരു ഉദ്യോഗസ്ഥൻ, ഒരു ഗാർഡ് മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. പുള്ളിയുടെ കയ്യിൽ 3 ഗുണ്ടും ഉണ്ടായിരുന്നു. ഈ ആന ഓടിക്കാൻ ഇവിടെ സ്ഥിരം സംവിധാനം ഉണ്ടോ? ഇല്ല, അങ്ങനെ ഒരു സംവിധാനം നേരത്തെ ഉണ്ടായിരുന്നു. ഇപ്പൊ നിലവിലില്ല. അത് ഒരു ഗുണ്ട് കൊണ്ടുവരും, ആ ഗുണ്ട് കത്തിച്ചെറിയും. ആ ഗുണ്ട് കത്തിച്ചെറിഞ്ഞ ആൾക്ക് ഒരു പരിക്കും പറ്റിയിട്ടുണ്ട്. ഇതിന് ആന ഇവിടെ സംഭവം നടക്കുമ്പോൾ ആന ഇറങ്ങി അതിക്ക് മുമ്പ് വന്ന ഒരു 5:30 സമയത്ത് 6 മണി സമയത്ത് വന്നൊരു ഗുണ്ടാൻ പൊടിച്ചിട്ട് പോകും. അത് ആന ഇറങ്ങിയിട്ടല്ല പൊടിച്ചിട്ട് പോകണം, ഇവരാൻ പൊടിച്ചിട്ട് പോകും. ഒരു സെക്കൻഡിൽ കാണിച്ചിട്ട് വരാൻ പോവാണ്. അതാണ് നിലവിൽ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ഇവിടെ ഈ ആനയൊക്കെ റോഡിന്റെ സൈഡിലേക്ക് വന്ന ആളുകൾക്ക്, ഈ വഴി കൂടെ പോകുന്ന ആളുകൾക്കൊക്കെ ഒരു മുന്നറിയിപ്പ് കൊടുക്കണ്ടേ? അത് കൊടുക്കണില്ല. അവർ ആന ഉണ്ടെന്ന് ഇവിടുത്തെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, ആ ഗ്രൂപ്പിലിടുന്നു മാത്രമേ ഉള്ളൂ. അല്ലാതെ വേറെ മുന്നറിയിപ്പ് ഒന്നും ഇവർക്ക് കൊടുക്കാനില്ല. ഈ പ്രശ്നത്തിന് പരിഹാരം ചെയ്യാനായിട്ട് പരിഹാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റോഡ് സൈഡിൽ നിൽക്കുന്ന പനകളെല്ലാം വെട്ടിമാറ്റണം. വെട്ടിമാറ്റിയാലാണ് ഇതിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാവുകയുള്ളൂ. പിന്നെ ഇവര് ഫെൻസിങ്ങിന്റെ കാര്യം പറയുന്നുണ്ട്, അതും ചെയ്യണം. ആനേനെ കാട്ടിൽ നിന്ന് ചാടിച്ചു വിട്ടിട്ട് വേണം ഫെൻസിങ് ഇടണമെങ്കിൽ. ഇത് മുള്ളിരിങ്ങാടിന്ന് ഓടിച്ചു കൊണ്ടു വിട്ടേക്കണ ആനകളാണ് ഇവിടെ നിൽക്കണതല്ല. കാഞ്ഞിരവേലിയിൽ നിന്ന് അക്കരെ കാഞ്ഞിരവേലിയിൽ നിന്ന് കയറി വന്ന ആനകളും മുള്ളിരിങ്ങാടിന്ന് ഓടിച്ചു വിട്ടേക്കണ ആനകളുമാണ് ചെമ്പൻകുഴി ഭാഗത്ത് കിടന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. കൃഷികൾ ഒന്നും ഇല്ലാത്ത ഒരവസ്ഥയാണ്. മനുഷ്യർക്ക് കൃഷി ചെയ്യാനും സാധിക്കില്ല. എല്ലാം കൃഷി ചെയ്തിരിക്കുന്നതെല്ലാം ചവിട്ടിപ്പറിച്ചും വലിച്ചു പറിച്ചും ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത, പണിയെടുക്കാൻ രാത്രി വെളുപ്പാങ്കാലത്താണെങ്കിലും ടാപ്പിങ്ങിന് പോകാനും ഒന്നും സാഹചര്യമില്ലാത്തൊരവസ്ഥയാണ് ഇപ്പം. വരും ദിവസങ്ങളിലെങ്കിലും ഇനിയൊരു ജീവൻ നഷ്ടപ്പെടാതിരിക്കാനുള്ള ഒരു നടപടികൾ വനംവകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ചെമ്പകുഴിയിൽ നിന്ന് വിനു കാഞ്ഞിരപ്പള്ളിക്കൊപ്പം ജെയിനസ് രാജു, മാതൃഭൂമി ന്യൂസ്.